എന്നാൽ ശരി, ഞങ്ങൾ പോയി വരാമെന്ന് പറഞ്ഞാണ്ട് വീട്ടിൽ നിന്ന് ഞങ്ങളുണ്ട് ഇറങ്ങി. ഞാനും കുട്ടികളും കൂടി നേരെ നടന്നു പോകണമെങ്കിൽ ഇപ്പം ബസ് കയറണ്ടേ, അതിനാട്ടോ. പക്ഷേ ബസ്സിൻ്റെ കൃത്യസമയം എനിക്ക് അറിയാത്തതുകൊണ്ട് നേരെ ടൗണിൽ കയറിയിട്ട് അവിടുന്ന് ബസ് പിടിച്ച് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ പടച്ചോൻ്റെ ഭാഗ്യം എന്ന് പറയാൻ ഞങ്ങൾക്ക് അപ്പാടെ ഒരു ബസ് കിട്ടി. മോൾക്ക് ഈ ഒരു സീറ്റിൽ ഇരിക്കണം ഒരുപാട് ഇഷ്ടമുണ്ട്. ഞാൻ അവിടെ തന്നെ എത്തിച്ചു, ഇല്ലെങ്കിൽ എനിക്ക് അവളെ എട്ടിൻ്റെ ഒരു പണി തരും. അങ്ങനെ രണ്ടാമത്തെ ബസ്സും കയറിയപ്പം മൂപ്പര് അവിടെ തന്നെ ഇരുന്നു, വേറെ എവിടെ ഇരിക്കണില്ല. അങ്ങനെ ഇപ്പം ഞങ്ങൾ ബസ്സൊക്കെ ഇറങ്ങി നേരെ ഞങ്ങൾ ഓട്ടോ കയറി. ഈ ഒരു വീഡിയോൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഞാൻ വീട്ടിൽ ഉമ്മനോട് പറഞ്ഞത് നാളെ വരുമെന്ന്. പക്ഷെ ഇന്ന് വരുന്ന കാര്യം ഉമ്മച്ചിക്ക് അറിഞ്ഞൂടാ. അപ്പം ചെറിയൊരു സർപ്രൈസും വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചും ചെയ്തു. അങ്ങനെ നമ്മളിതാ ഓട്ടോറിക്ഷ ഇറങ്ങി ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് നടന്നു പോകണം. അപ്പം ഞാൻ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് ആരും മിണ്ടരുത്, ഉമ്മമ്മക്ക് നമ്മൾ വരുന്നത് അറിയില്ല, അതുകൊണ്ട് ആരും മിണ്ടാതെ വെല്ല പോയാൽ മതി എന്ന്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ കുട്ടികളും കേട്ടും ചെയ്തു. അപ്പം ഇനി ബാക്കി വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടറിയാം, കേട്ടറിയാം കേട്ടോ. ചെരുപ്പ് കൊടുത്തുണ്ടല്ലേ ചാണകം തയ്ക്കാൻ കളത്തിയ വീട്ടിലെത്തി നൈസായിട്ടൊരു ഉറക്കൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നേരെ കോളേജിൽ പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണാൻ വരും. ബൈ.